കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സമുദ്രം അപകടകരമായ രീതിയിൽ ചൂടുപിടിക്കുന്നു. ഒരു വർഷത്തിനിടെ ഓരോ ദിവസവും ചൂടിന്റെ പുതിയ റെക്കോർഡാണ് സമുദ്ര താപനിലയിൽ ഉണ്ടാകുന്നത് എന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസിലെ ഗവേഷകർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസമാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിലേതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സമുദ്രത്തിലെ താപനില അസാധാരണമാം വിധം ഏറെക്കാലം ഉയർന്നു നിൽക്കുന്ന കാലാവസ്ഥാ സ്ഥിതിയാണ് ഉഷ്ണതരംഗം. ഇത്തരം ഉഷ്ണതരംഗങ്ങൾ സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിനും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയുണ്ടാക്കും. 2023 മാർച്ച് മുതൽ ശരാശരി സമുദ്രോപരിതല താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റെക്കോർഡ് ചൂടിലെത്തിയത്. അതിനുശേഷം താപനിലയിൽ കുറവുണ്ടായിട്ടില്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രതിദിന ശരാശരി താപനില 21.09 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. താപനില വർദ്ധിപ്പിക്കുന്ന എൽ നിനോ പ്രതിഭാസം ദുർബലമായിരുന്നിട്ടും അസാധാരണമായ ചൂടാണ് കഴിഞ്ഞ മാസമുണ്ടായത്. താപനില വർധന സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. നമ്മൾ കരുതുന്നതിലും വേഗത്തിലാണ് സമുദ്രത്തിന് ചൂട് വർദ്ധിക്കുന്നത് എന്നും ഇത് കനത്ത ആശങ്ക ഉണർത്തുന്നതാണെന്നും ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ സംഘത്തിലെ പ്രൊഫസർ മൈക്ക് മെറഡിത്ത് വ്യക്തമാക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് കാലാവസ്ഥ മാറുന്നത്. ഈ പ്രവണത തുടർന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കടൽ ജീവികളെയും പവിഴപ്പുറ്റുകളെയും സാരമായി ബാധിക്കുന്നതായാണ് റിപ്പോർട്ട്. അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത വിവിധ ഭൂഖണ്ഡങ്ങളിലെ പവിഴപ്പുറ്റുകളുടെ നാശം സമുദ്രത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. ചൂട് കാരണം പവിഴപ്പുറ്റുകൾ വെള്ള നിറത്തിലേക്ക് മാറുകയും നശിക്കുകയുമാണ്. സമുദ്രത്തിലെ ജീവിവർഗങ്ങളിൽ 1/4 വാസസ്ഥലങ്ങളായ പവിഴപ്പുറ്റുകളുടെ നാശം ജൈവസമ്പത്തിനെ തകിടം മറിക്കും. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ പവിഴ വൻമതിൽ. എന്നാൽ സങ്കടകരമായ വസ്തുത കടലിന് ചൂടേറിയത് കാരണം ഗ്രേറ്റ് ബാരിയർ റീഫ് വെള്ളനിറം പ്രാപിക്കുന്ന കടുത്ത ബ്ലീച്ചിങ്ങിന് വിധേയമാകുന്നുവെന്നാണ്. പവിഴപ്പുറ്റുകൾ ദുർബലമാകുന്നതോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ജീവജാലങ്ങൾ നശിക്കുകയും മനുഷ്യരുടെ ആഹാരവും ജീവനോപാധിയുമായ നിരവധി മത്സ്യങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ചൂടുകൂടിയ കാലത്തിലൂടെയാണ് ഭൂമി കടന്നു പോകുന്നത് എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷത്തെ മാർച്ച് മുതൽ ഇക്കഴിഞ്ഞ മാർച്ച് വരെയുള്ള ഓരോ മാസവും ചൂടിന്റെ പുതിയ റെക്കോർഡിട്ടാണ് കടന്നുപോകുന്നത്. 2023 മാർച്ച് മുതൽ ആഗോള താപനില വ്യാവസായിക കാലഘട്ടത്തിനു മുമ്പുള്ളതിനേക്കാൾ ശരാശരി 1.58 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചുവെന്നാണ് കണക്ക്. ഇതൊരു ദീർഘകാല പ്രവണതയാണെന്നും ഏറെ ആശങ്ക ഉയർത്തുന്നതാണെന്നും കോപ്പർനിക്കസ് ഏജൻസി ചൂണ്ടിക്കാട്ടി. ആഗോള താപനില വർധന വ്യാവസായിക കാലഘട്ടത്തിനു മുമ്പുള്ള നിലയേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസ് കടക്കാതെ നോക്കണമെന്നതായിരുന്നു 2015 പാരീസ് കാലാവസ്ഥാ ഉച്ചകോടിയിലെ പ്രഖ്യാപനം. എന്നാൽ അടുത്ത ഒരു വർഷത്തിനിടെ ഈ പരിധി മറികടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കോപ്പർനിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂട് വർദ്ധിക്കുകയാണെന്ന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. സമുദ്രജലത്തിന്റെ താപനിലയിലെ ഏറ്റവും ഉയർന്ന വർധന കാരണം ഇന്ത്യയിലും സമീപ രാജ്യങ്ങളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പഠനം വെളിപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ചൂട് തരംഗങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തെ സ്ഥിരമായ താപതരംഗാവസ്ഥയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. ഈ ഉഷ്ണതരംഗങ്ങൾ ചുഴലിക്കാറ്റുകളുടെ സഞ്ചാരം വേഗത്തിലാക്കും. 2023 ഒക്ടോബർ മുതലുള്ള സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങൾ ലക്ഷദ്വീപ് കടലിൽ 75% പവിഴപ്പുറ്റുകളെ നശിപ്പിച്ചു. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ഉപജീവന മാർഗത്തിനും ജൈവ വൈവിധ്യത്തിനും ഭീഷണിയായി മാറിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ തന്നെ കാറ്റിന്റെ ഗതിയെ സ്വാധീനിക്കുവാനുള്ള ശേഷി സമുദ്രോപരിതല താപനിലയ്ക്കുണ്ടെന്ന് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകരുടെ പഠന വിവരങ്ങൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ചൂട് കൂടുന്നതിനനുസരിച്ച് കാറ്റ് വീശുന്നതിന്റെ രീതികൾക്ക് മാറ്റമുണ്ടാകാം. ഇതാണ് തിരമാലകളിലെ ഊർജ്ജത്തിന്റെ ശേഷി കൂട്ടുന്നത്. പതിവ് തിരമാലകളിൽ നിന്ന് മാറി പലയിടത്തും കൂറ്റൻ തിരമാലകളും രൂപപ്പെടാൻ കാരണമാകുന്നു. ഭൂമിയിലെ ചൂട് കുറയ്ക്കുക എന്ന സമുദ്രത്തിന്റെ സ്വാഭാവിക പ്രതിഭാസം ഇപ്പോൾ വിപരീതമായാണ് സംഭവിക്കുന്നത്.
ആഗോളതാപനം നമ്മളെ ചൂടേറിയ ഒരു നാളെയിലേക്കാണ് തള്ളിവിടുന്നത് എന്നതിന്റെ തെളിവാണ് ഇതുപോലുള്ള റെക്കോർഡുകൾ എന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞൻ ക്രിസ് ഫീൽഡ് ഓർമ്മപ്പെടുത്തുന്നു.